ഇന്ന് നമുക്ക് ഗണപതിയുടെ ഒരു കഥ പറയാട്ടോ. ഗണപതിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കറുകമാല അല്ലെങ്കിൽ കറുകപ്പുല്ലൊക്കെ കൊണ്ട് സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണെന്ന് പറയും. ഇപ്പോൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ടാണ് ഈ കറുകമാലയൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ആ കറുകമാല സമർപ്പിക്കുന്നു കേട്ടോ. അതിന് പുറകിലൊരു കഥയുണ്ട്. എന്നു മുതലാണ് ഗണപതിക്ക് ഈ കറുക പ്രിയങ്കരമായി തീർന്നത് എന്നുള്ളത്. ഒരു അസുരനുണ്ട്, അനലാസുരൻ എന്നാണ് പേര്. ഇപ്പൊ പൊതുവെ അസുരന്മാരൊക്കെ ദേവന്മാർക്ക് ശല്യം ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ ഈ അസുരന്റെ ശല്യം സഹിക്കവയ്യാതെ എല്ലാ ദേവന്മാരും കൂടിയിട്ട് ഗണപതിയുടെ അടുത്തേക്ക് എത്തി. ഭഗവാന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ഗണപതിക്കാണ് അതിന് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഗണപതിയുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ ഗണപതിയും ഗണപതിയുടെ ഗണങ്ങളൊക്കെ കൂടിയിട്ട് അനലാസുരനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അപ്പൊ യുദ്ധത്തിനിടയിൽ ഈ ഗണങ്ങളെയൊക്കെ ഇങ്ങനെ തീയിൽ ഇങ്ങനെ ചുട്ട് പഴിപ്പിച്ചു തുടങ്ങി, അതായത് ദഹിപ്പിച്ചു തുടങ്ങിട്ടോ. അങ്ങനെ ദേഷ്യവും കോപമൊക്കെ വന്നിട്ട് ഗണപതി എന്താ ചെയ്തതെന്നറിയോ, ഈ അസുരനെ എടുത്തിട്ട് അപ്പാടെ അങ്ങടെ വിഴുങ്ങിയപ്പോൾ പിന്നെ ദേഹം മുഴുവൻ ചൂടായി, ചൂട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പിന്നെയും ദേവന്മാരൊക്കെ വന്നു, ഈ ചൂട് എങ്ങനെയും തണുപ്പിക്കണമല്ലോ. അങ്ങനെ ചന്ദ്രദേവൻ വന്നിട്ട് ആ ഒരു തണുത്ത ഊർജ്ജമൊക്കെ നൽകി. അഗ്നിദേവൻ വന്നിട്ട് ഈ തീരെ പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. ഭഗവാനാണെങ്കിലോ കുറേ താമരപ്പൂക്കളൊക്കെ കൊണ്ടുവന്ന് അഭിഷേകമൊക്കെ ചെയ്തു, എന്നിട്ടും ചൂട് മാറുന്നില്ല. മഹാദേവൻ കൊണ്ടുവന്നത് താൻ അണിഞ്ഞിട്ടുള്ള നാഗങ്ങളെയാണ്, അത് ഗണപതിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു, എന്നിട്ടും ചൂട് മാറുന്നില്ല. വരുണനാണെങ്കിലോ തണുത്ത ഈ കുളിർജലം ഉണ്ടല്ലോ അതുകൊണ്ട് അഭിഷേകം ചെയ്തു, എന്നിട്ടൊന്നും മാറുന്നില്ല. അവസാനം ഗണപതി എന്ത് ചെയ്തു, സമുദ്രത്തിൽ പോയിട്ട് മുങ്ങി. അവിടെ മുങ്ങിയപ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ ദുരിതം അങ്ങനെ കൂടി തുടങ്ങി. അങ്ങനെ പിന്നെ അതിൽ നിന്ന് പിന്നെയും കയറി. അങ്ങനെ എന്താ ചെയ്യണ്ടേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പാർവതി ദേവി അമ്മ അടുത്തേക്ക് വന്നു കേട്ടോ. എന്താ മകനെ എൻ്റെ അടുത്തത് പറയാതിരുന്നേ, കാരണം മക്കൾക്ക് എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റാനായിട്ട് അമ്മമാർക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് എന്താ പറയാതിരുന്നേന്നൊക്കെ വിഷമിച്ചിട്ട് ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഭൂതഗണങ്ങളെയും മഹർഷിമാരെയും എല്ലാവരെയും വിളിച്ചിട്ട് കറുകപ്പുല്ല് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു കേട്ടോ. അവർ വേഗം തന്നെ ധാരാളമായിട്ട് കറുക കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു. അമ്മയാണെങ്കിലോ ഈ കറുക ധാരാളമായി എടുത്ത് കെട്ടിയിട്ട് ഗണപതിയുടെ ശിരസിലും ദേഹത്തും ഒക്കെ ഇങ്ങനെ ചാർത്തി. ക്രമേണ ഈ ചൂടൊക്കെ ഇങ്ങനെ കുറയാനായിട്ട് തുടങ്ങി. അങ്ങനെ പൂർണ്ണമായിട്ടും സുഖമായി. അപ്പോൾ അമ്മയുടെ ആ ഒരു കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ കൊണ്ട് ഈ കറുകപ്പുല്ല് കൊണ്ട് ഗണപതിയുടെ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കി. അന്ന് മുതലാണ് ഗണപതിക്ക് കറുക പ്രിയമായി തീർന്നത് കേട്ടോ. കറുക കൊണ്ട് മാല ചാർത്തുന്നതും കറുകപ്പുല്ല് കൊണ്ടുപോയി സമർപ്പിക്കുന്നതും ഒക്കെ ഗണപതിക്ക് വളരെ വിശേഷമാണ്. ഏതു തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ നീക്കാനും പ്രതിരോധ ശേഷിയുടെ ഒക്കെ പ്രതീകമാണ് ഈ കറുകപ്പുല്ല് സമർപ്പിക്കുന്നത്. വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. കറുക ഭഗവാന് പ്രിയപ്പെട്ടതായി മാറിയതിന് പുറകിലുള്ള കഥ ഇതാണ്.